ഹായ്, നിങ്ങളും പാക്കറ്റ് പാല് വാങ്ങുന്നവരാണോ? പാക്കറ്റ് പാല് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദേ ഇതുപോലെ അതിൻ്റെ കവറുകൾ കളയരുത് കേട്ടോ. ഈ കവറിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസും പൂക്കളും ഒക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് പ്രിൻ്റോട് കൂടിയ പാക്കറ്റ് കവറുകളുണ്ടല്ലോ, അത് തന്നെ എടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പ്രിൻ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൽ ഈ പാക്കറ്റ് കവറുകളൊന്ന് ഇട്ട് വയ്ക്കുക. ചെറുതായിട്ടൊന്ന് ചൂട് മാറുമ്പോൾ ഒരു സ്ക്രബ്ബർ കൊണ്ട് നല്ല നീറ്റായിട്ടൊന്ന് ഉരച്ച് കഴുകി കൊടുക്കുമ്പോൾ ഈ പ്രിൻ്റ് എല്ലാം മാറിക്കിട്ടും. അപ്പോൾ നല്ല വൈറ്റ് പോർഷനും കിട്ടും. അതുകൊണ്ട് ആ വൈറ്റ് കളറിലുള്ള കവറുകൾ എടുത്തിട്ടും നമുക്ക് അടിപൊളിയായിട്ടുള്ള പൂക്കളും ക്രാഫ്റ്റുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിന്ന് പ്രിൻ്റോടും കൂടി തന്നെയാണ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ പൂവിന് അതൊരു വെറൈറ്റി ഡിസൈൻ ആയിരിക്കും കാണാൻ. അപ്പോൾ ഇതാ നമ്മുടെ പാൽ കവറിന്ന് എടുത്തിട്ടുണ്ട്. നാലായി ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ പൂവിൻ്റെ ഇതളിൻ്റെ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും പീസസ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ പാൽ കവറ് നല്ല വെറ്റായിരുന്നു, നല്ല നനവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇതിപ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലതുപോലെ കഴുകി ക്ലീനാക്കി ഡ്രൈ ആയതിന് ശേഷം മാത്രം എടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് എടുത്തേക്കുന്നത് ഒരു സ്ക്യൂറാണ്. സ്ക്യൂറിൽ ഇതിൻ്റെ ഈ പൂവിൻ്റെ ഇതളിൻ്റെ ഹാഫ് പോർഷൻ ഒന്ന് ചുറ്റി കൊടുക്കാം. ഹാഫ് പോർഷൻ മാത്രം ചുറ്റി കൊടുക്കുക. അതിൻ്റെ ഒരു വശം ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പ്രിങ് പോലത്തെ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക രണ്ട് വശവും. ഇനി നമുക്ക് സ്ക്യൂർ മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടോ, പൂവിൻ്റെ ഇതൾ നല്ലൊരു സ്ട്രെച്ചറിൽ കിട്ടിയിട്ടില്ലേ? അപ്പോൾ നമ്മുടെ പാൽ കവറിലുണ്ട് നമുക്ക് പൂവിൻ്റെ ഇതളുകൾ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരു റോസ് ഫ്ലവറിൻ്റെയൊക്കെ ടൈപ്പിലുള്ള പൂക്കളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ പാൽ കവറിൻ്റെ ഈ ഈ കവർ കൊണ്ട് നമുക്ക് എങ്ങനത്തെ ടൈപ്പിൽ വേണത്തെ പൂക്കളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നല്ല ഷേപ്പ് ചെയ്ത് ഓരോ പീസും ഇതളുകളും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ സ്ക്യൂർ തന്നെ വേണമെന്നൊന്നുമില്ല, ഒരു റീഫില്ലോ അതല്ലെങ്കിൽ ഈർക്കിലിയോ ഒക്കെ മതി. അതൊന്ന് എടുക്കുക, ഇതിലോട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക, പ്രസ് ചെയ്ത് കൊടുക്കുക രണ്ട് വശവും. അതുപോലെ ഞാനിത് നമ്മുടെ പൂവിൻ്റെ ഇതളുകളെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 8-10 പെറ്റൽസ് നമ്മുടെ പൂവിൻ്റെ ഇതളുകൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഇതേപോലെ തന്നെ എല്ലാ പീസും ഒരേ ഈക്വൽ അളവിലായിരിക്കണം കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കമ്പി എടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് കട്ടിയുള്ള കമ്പിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അലുമിനിയം കമ്പികൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ടൈപ്പ് കമ്പിയാണുള്ളത് അതെടുക്കാം. കമ്പിയൊന്നും ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഇതുപോലുള്ള പൂക്കൾ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഈർക്കിലിയിലുണ്ടാക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ പുറത്തൊക്കെ കാണുന്ന ചെടികളുടെ തണ്ടുകളുണ്ടല്ലോ, ഉണങ്ങിയ തണ്ടുകൾ, അതിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇല്ലയെന്ന് വെച്ചിട്ട് ഉണ്ടാക്കാതിരിക്കേണ്ട. നമുക്ക് കൈ കിട്ടുന്ന ഏത് വേസ്റ്റ് മെറ്റീരിയലിലും ഇതുപോലെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാനിതാ നമ്മുടെ പാൽ കവറിൻ്റെ കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കമ്പിയുടെ ഏറ്റവും ടോപ്പിൽ കുറച്ച് പീസ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ പീസും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ചുറ്റി കെട്ടി കൊടുക്കാം. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത്രയും ഒരു തിക്കായിട്ടുള്ളൊരു അളവ് മതി. ആ ഒരു തിക്കിന്, അതായത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് നടുക്കൊരു മുട്ടിൻ്റെ ഷേപ്പാണ് കേട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി ഒരു ഫ്രഷ് ആയിട്ടുള്ള കവറും കൂടി അതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ചെടുത്തിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇതുപോലെ. ഇനി നൂലെടുക്കാം, നമുക്കതിന് നല്ല ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഗ്ലൂവിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, വേറെ നൂല് മാത്രം മതിയാവും. നമ്മുടെ വീട്ടിലെല്ലായിടത്തും എന്തായാലും നൂലുണ്ടാവുമല്ലോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഈ ഫ്ലവറൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അതും വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് മാത്രം. ഞാൻ ഷേപ്പ് ചെയ്ത് വെച്ചിരുന്ന ഓരോ പൂവിൻ്റെ ഇതളുകളും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മുടെ പൂവിൻ്റെ ഇതളുകൾ ഇത് ഫുള്ളായിട്ട് ചുറ്റിച്ച് വരുമ്പോൾ നല്ലൊരു ഷേപ്പുള്ള ഇത് ഞാൻ ചെയ്തെടുത്തുന്ന ആ ഒരു ഷേപ്പ് ഉണ്ടല്ലേ, ആ ഒരു ഷേപ്പിൽ നമ്മുടെ പൂക്കളൊന്നായി കിട്ടും. ഏകദേശം ഒരു റോസ് ഫ്ലവറിൻ്റെയൊക്കെ അതേ സ്ട്രക്ചറിലുള്ള ഫ്ലവറാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് നമ്മുടെ പാൽ കവറിൽ ഇപ്പോൾ ഒരു 8-10 ഫ്ലവറിൻ്റെ ആ ഒരു പെറ്റൽസ് ഉണ്ടല്ലോ, ഒരു 8-10 മാത്രം മതിയാവും ഒരു ഫ്ലവറിലെത്തേക്കായിട്ട്. അപ്പോൾ അതുപോലെ അതായത് ഒന്ന് ചുറ്റിച്ചെടുത്ത് കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓരോ പെറ്റൽസ് ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ 1-2 തവണ ഒന്ന് ചുറ്റിട്ട് നല്ല ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിക്കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അതൊന്ന് ഇളകിപ്പോവാതെ നല്ല നീറ്റായിട്ട് കിട്ടും.
അപ്പോൾ ഒരു ഫ്ലവർ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നൂല് കെട്ടിയിരുന്ന ആ ഭാഗം തൊട്ട് താഴെ കമ്പിയുടെ ഈ പോർഷൻ താഴെ അറ്റം വരെയും ഗ്രീൻ ടേപ്പും കൂടെ കൊണ്ടുവന്നിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാവേ. ഗ്രീൻ ടേപ്പ് ഇല്ലയെന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട. കളർ പേപ്പർ എടുത്തിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്യുക, ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഒട്ടിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഞാൻ കുറേ പൂക്കൾ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ പാൽ കവറിൽ. അപ്പോൾ ഇതുപോലെ പാൽ കവർ കിട്ടുമ്പോൾ കളയണ്ട കേട്ടോ, നമുക്ക് എന്ത് ടൈപ്പിലുള്ള പൂക്കൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ പൂക്കളൊന്ന് സെറ്റ് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് ലീഫുകളും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ലീഫ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ കിറ്റ് ഉണ്ടല്ലോ, ഈ കിറ്റാണ് കേട്ടോ എടുത്തേക്കുന്നത് ലീഫ് ഉണ്ടാക്കിയെടുക്കാനായിട്ടും. ഇപ്പോൾ ലീഫിനായിട്ട് നമുക്ക് ലൈറ്റ് കളറുള്ള കിറ്റാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് അലുമിനിയം കമ്പി നേരത്തെ നമ്മൾ കാണിച്ചില്ലേ, ആ ടൈപ്പിലുള്ള കമ്പിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതൊന്ന് എടുത്തിട്ടുണ്ട്. ഒന്ന് താഴത്തെ പോർഷൻ കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഷേപ്പിൽ നമ്മുടെ കിറ്റുണ്ടല്ലോ, ആ കിറ്റ് കമ്പിയുടെ മുകളിലായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ കിറ്റ് നമ്മൾ മാക്സിമം നല്ലതുപോലെ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഒന്ന് വലിച്ചു പിടിക്കുക. അപ്പോൾ നമ്മുടെ ഇലയുടെ ഷേപ്പിന് നല്ലൊരു സ്ട്രെച്ചറും കൂടി ആയി കിട്ടും കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വലിച്ചു പിടിച്ച് താഴത്തെ ആ ഒരു പോർഷൻ ഒന്ന് ചുറ്റിട്ട് 2-3 തവണ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. അതൊന്ന് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് താഴെയുള്ള ആ ഒരു കമ്പിയുടെ ആ താഴത്തോട്ടുള്ള കവറുണ്ടല്ലോ, കവറ് കട്ട് ചെയ്തൊന്ന് മാറ്റിക്കൊടുക്കാവേ. ഇപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് ഇലകളൊന്ന് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇലകൾ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതാകുമ്പോൾ വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ലീഫുകളാണ്. അപ്പോൾ ഞാൻ ഇത് പല അളവിലും കുറച്ച് ലീഫുകൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, വലുതും ചെറുതുമായിട്ട്. ഇനി നമുക്ക് ലീഫുകളും പൂക്കളും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാൽ കവറിന് ഈ ലീഫുകളും കൂടി ഒന്ന് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഇത് ലൈറ്റ് കളറായിട്ടുള്ള ലീഫ് കണ്ടുകൊണ്ട് നമ്മുടെ ഈ ഒരു പാൽ കവറിൻ്റെ വൈറ്റ് പോർഷന് നന്നായിട്ടൊന്ന് മാച്ച് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ ഈസിയാണ്. മറ്റൊന്നുമില്ല, നമുക്ക് 2 ലീഫുകളൊന്ന് വെച്ച് കൊടുക്കാം. ഒരു പൂവും കൂടി ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നൂലുകൊണ്ട് ഒന്ന് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിക്കൊടുക്കാവേ. ഇതൊന്ന് കെട്ടിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഇളകിപ്പോരാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്ന് നല്ലതുപോലെ കെട്ടിക്കൊടുത്തതിന് ശേഷം മാത്രം ഗ്രീൻ ടേപ്പ് കൊണ്ട് നൂലിട്ട് കെട്ടിട്ട ആ പോർഷൻ ഒന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് ചുറ്റിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ നൂല് പുറത്ത് എടുത്തറിയുന്ന രീതിയിലിരിക്കും. അങ്ങനെ ഒന്ന് കെട്ടിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പൂക്കളും കൂടി താഴെയായിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. എല്ലാം കൂടി തിക്കായിട്ടിരിക്കുന്ന രീതിയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. ഇതുപോലെ മുകളിൽ നിന്ന് താഴെയായിട്ട് ഓരോരോ പൂക്കൾ വിടർന്ന് നിൽക്കുന്ന രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇതിലിപ്പോൾ ഞാൻ എക്സ്ട്രാ നമ്മുടെ മുട്ടകളൊന്നും ചെയ്തെടുത്തിട്ടില്ല. മുട്ടകളും കൂടി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. മുട്ടകളും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും കാണാൻ. മുട്ടകൾ ചെയ്തെടുക്കാൻ ഈസിയാണ്. നമ്മൾ പൂവിൻ്റെ നടുക്കായിട്ട് മുട്ടകൾ ചെയ്ത് വെച്ചിരുന്നില്ലേ, അതേ ടൈപ്പിന് കുറേ മുട്ടകളൊന്നും ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് അവിടെ ആയിട്ട് ഇടവിട്ട് മുട്ടകളും കൂടി ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ജോയിൻ്റ് ചെയ്ത് ഇതുപോലെ ചുറ്റിച്ചെടുത്താൽ മതി. അതാവുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ലുക്കായിരിക്കും നമ്മുടെ ഈ പൂക്കൾക്ക് കാണാൻ. ഇതുപോലെ ഞാൻ 2 പൂക്കളും കൂടി ഒന്ന് താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത പീസ് പൂക്കളും കൂടി ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. അടുത്ത പൂവൊന്ന് വയ്ക്കുക. നമുക്ക് ലീഫും കൂടി ഒന്ന് സെറ്റാവുമെന്ന് നോക്കാം. സെറ്റാവുമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നൂലുകൊണ്ട് ഒന്ന് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിക്കൊടുക്കാവേ. ഇപ്പോൾ ഇതിൽ നമുക്ക് വേറെ എന്തെങ്കിലും കൂടി വെക്കണമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള എന്ത് വേസ്റ്റ് ഐറ്റംസൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നല്ല ഷേപ്പിന് പൂമുട്ടുകൾ പോലെയൊക്കെ ഒന്ന് ആക്കിയെടുത്തിട്ട്, അല്ലെങ്കിൽ ചെറിയ പൂമ്പൊടി പോലെയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തിട്ട് ഇതിനിടയ്ക്കൊക്കെ ഒന്ന് വെച്ചെടുത്താൽ ശരിക്കും നല്ല ഭംഗിയുള്ള പൂക്കളായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ അപ്പം ഞാനിത് ഇത്രയും നമ്മുടെ പൂക്കളെല്ലാം ഏകദേശം ചെയ്തിരുന്നതും ഇതിലോട്ടൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1-2 പീസ് ലീഫുകളും കൂടി മാത്രമേ ഉള്ളൂ. അതും കൂടി ഒന്ന് ഇടയ്ക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് ചുറ്റിട്ടൊന്ന് കെട്ടിക്കൊടുത്തിട്ട് നല്ലതുപോലെ ആ കെട്ടിട്ട പോർഷനൊന്ന് ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് കവറും കൂടി ചെയ്തെടുക്കുക കേട്ടോ.
അപ്പോൾ ഫൈനലി നമ്മുടെ ഈ ഇതുണ്ടല്ലോ പാൽ കവർ കൊണ്ടുള്ള പൂക്കൾ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതിന് നമുക്ക് പ്രിൻ്റ് ഉണ്ടെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രിൻ്റ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കളഞ്ഞാൽ വൈറ്റ് പോർഷൻ തന്നെ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്നത് ചെയ്ത് നോക്കണം കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ചാനലിൽ ഇതുപോലെ പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള ഒരുപാട് പൂക്കളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരെല്ലാം അതും കൂടി ഒന്ന് കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്